ആ വാഗ്ദാനം എന്ന് പറയുന്നത് KSRTCയെ തകർക്കാനുള്ള വാഗ്ദാനമാണ്. LDFിൻ്റെ വാഗ്ദാനവും UDFിൻ്റെ വാഗ്ദാനവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നടത്തുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം LDF കൃത്യമായി KSRTCയെ ശക്തിപ്പെടുത്താനുള്ള വാഗ്ദാനങ്ങളാണ്. KSRTCയെ സംരക്ഷിച്ചുകൊണ്ടല്ലേ നമുക്ക് KSRTCയിൽ സൗജന്യ യാത്രയൊക്കെ അനുവദിക്കാൻ കഴിയുക. UDF എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. KSRTCയുടെ സംരക്ഷണത്തെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? KSRTC കട്ടപ്പുറത്ത് ബസ്സുകളെ വെക്കാൻ ഇടയായവരെ കുറിച്ച് കുറ്റബോധം കൊണ്ടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ ഭരിച്ച പഴയ കാലത്ത് KSRTC കട്ടപ്പുറത്തായിരുന്നു. പുതിയ ബസ്സുകൾ വാങ്ങി അതെല്ലാം KSRTCയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത്ര കോടി ഞങ്ങൾ കൊടുക്കും. അതുണ്ടോ മാനിഫെസ്റ്റോയിൽ? ഇല്ല. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് എന്താ? 10 വർഷം 14,000 കോടിയോളം രൂപ KSRTCക്ക് നൽകുക വഴി ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കുക മാത്രമല്ല, പുതിയ ബസ്സുകൾ വാങ്ങി. KSRTCയുടെ വരുമാനം വർദ്ധിച്ചു. ഇപ്പോൾ KSRTCയെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നൽകുന്നത്. അങ്ങനെ KSRTC ലാഭത്തിലേക്ക് നീങ്ങിയാൽ, എന്തെങ്കിലും സൗജന്യ യാത്രയും മറ്റും കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ ഒരു പെശകുമില്ല. പക്ഷേ KSRTCയെ കട്ടപ്പുറത്താക്കിയിട്ടാണ് ഈ കൂട്ടർ KSRTCയിൽ സൗജന്യം കൊടുക്കുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബസ് ഓടൂല, പിന്നെ എങ്ങനെയാണ് സൗജന്യ യാത്ര? ഇത് പറയാൻ ഏതൊരാൾക്കും കഴിയുന്നതേ ഉള്ളൂ.